കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഏകദേശം ഒന്ന് ഈ സമയമൊക്കെ ആകുമ്പത്തേനും ബാലിന്റെ ഗോമതിയിലേക്ക് വിശേഷങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ള എല്ലാവരുടെയും വിശേഷങ്ങൾ ഇട്ട് വരുമ്പോഴത്തേനും, അത് മാത്രമല്ല ഇന്ന് കിരണിന്റെ കല്യാണിയുടെ ഒക്കെ വിശേഷം വന്നിട്ടില്ല, അത് കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. അത് വരുന്ന ആ സമയത്ത് തന്നെ ഞാനത് ഇടാട്ടോ. ഒരു ഉച്ചയൊക്കെ ആകുമ്പത്തേനും എന്താണെങ്കിലും അത് വരുമായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷങ്ങൾ അങ്ങോട്ട് കണ്ടാലോ ഇന്നത്തെ. അങ്ങനെ ഗോമതിനെ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു മീനാക്ഷി പറഞ്ഞു, അമ്മ ഇപ്പൊ ഈ ആരിനെ കൂട്ടിക്കൊണ്ട് വേണം പറയാം. അതൊന്നും ശരിയാകത്തില്ല, ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നാല് ബാലേട്ടൻ അത് ഇഷ്ടപ്പെടില്ല എന്ന് പറയാം. അമ്മ എന്ത് വർത്താനമ്മേ പറയണേ, അമ്മയുടെ മകനല്ലേന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെ, പക്ഷെ ബാലേട്ടന്റെ സ്വഭാവം അറിയാലോ, വല്ലാത്ത ദേഷ്യക്കാരനാ. ഇങ്ങോട്ട് എങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാ പിന്നെ അത് മതി ഈ വീട് കത്തിക്കാന്ന് പറയണേ. അമ്മ ഇങ്ങനെ തോറ്റു പിന്മാറില്ല. അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശം ആരിനുള്ളത്. അപ്പൊ അതുപോലെ തന്നെ അച്ഛൻ ഇറക്കി വിട്ടാൽ തിരികെ കയറ്റിക്കൊണ്ട് വരാനുള്ള അവകാശം അമ്മയ്ക്കുണ്ട്. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമല്ല എന്ന് പറയണേ. അമ്മ ഇങ്ങനെ പേടിച്ചിരിക്കില്ലെന്ന് പറയാം. അല്ല അത് ശരിയാവത്തില്ല, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. അമ്മ ആരെയാ ഭയപ്പെടുന്നേ? അച്ഛനെയാണോ? അച്ഛനൊന്നും പറയില്ല ഇല്ല, അച്ഛന് ദേഷ്യം വരും. അങ്ങനെയൊന്നും അല്ല, അച്ഛന്റെ സ്വഭാവം ആർക്കും അറിയത്തില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പം മീനാക്ഷി അങ്ങനെയൊന്നും പറയല്ലമ്മേ. അച്ഛനെ ചിലപ്പോൾ ആരിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ സന്തോഷമായിരിക്കും. ഒരു പക്ഷെ അച്ഛനെ ഇറക്കി വിട്ടതിന്റെ അപ്പോഴത്തെ ഒരു ദേഷ്യം കാണുമായിരിക്കും, പിന്നെ തിരിച്ചു വിളിക്കാൻ ഒരു മടിയും കാണുമായിരിക്കും. പക്ഷെ അമ്മ കൂട്ടിക്കൊണ്ടോ ഒന്നും പറയത്തില്ല. ഈ ദേവമംഗലത്തോടെ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കാണാനല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു മകനെ മാത്രം ഇറക്കി വിട്ട് അച്ഛന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. ഒരു നിമിഷം ഗോമതിന്ന് നിശബ്ദയായി. ശരി, ഞാൻ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞേ. ഈ സമയം ധർമ്മം കൈയിടിക്കണം. കൊള്ളാം, ഇപ്പോഴാ പൊളിച്ചത് ഈ ഡയലോഗ്. ഇതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയെന്ന് പറയാം എന്നും പറഞ്ഞ് ഷൂളം കുത്തു വേണം. എന്നാ ശരി ബാന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും കൂടെ ഒപ്പം പോവാണ്. പിന്നീട് കാണിക്കുന്ന ആര്യം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക, ചുമ്മാ കിടക്കുമായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ട് ഗോമതിയും മീനാക്ഷിയും ചെല്ലുന്നേ. അങ്ങനെ ആരിനെ വിളിക്കുകയാണ്. ആരിനെ വിളിച്ചുമ്പോൾ ആര്യം ഞെട്ടി കണ്ടു പറഞ്ഞപ്പോ അയ്യോ അമ്മയോ, ഇപ്പൊ ഞാൻ അമ്മേനെ സ്വപ്നം കണ്ടോളെന്ന് പറയും. എന്നാലും ഞാനൊന്ന് വിളിച്ചിട്ട് പോലും നീ ഫോൺ എടുത്തില്ലല്ലോ, നീ എന്താടാ മോനെ അങ്ങോട്ട് വരാത്തേന്ന് ചോദിക്കും. അങ്ങോട്ട് വരാന് അച്ഛൻ എന്നെ ഇറക്കി വിട്ടല്ലേ അമ്മേ, അതുകൊണ്ട്. പിന്നെ അച്ഛന്റെ സ്വഭാവം അറിയാലോ, അച്ഛൻ അടിച്ചിട്ട് നിനക്ക് വേദനിച്ചോ? വേദനിച്ചൊന്നുമില്ല, ഭയങ്കര സുഖമായിരുന്നു. എടാ ഇന്ന് ഇങ്ങനെ തർക്കുത്തരം പറയലേ, പിന്നെ ഇങ്ങനെ പറയാതെ അടിക്കുമ്പോ പിന്നെ വേദനയല്ലാതെ പിന്നെ എന്താ അമ്മ ഉണ്ടാവണേന്ന് ചോദിക്കാം. മോനെ നീ അങ്ങോട്ട് തിരിച്ചു വരണമെന്ന് പറയാം. ഓഹോ, അപ്പൊ അതാണ് കാര്യല്ലേ, അച്ഛൻ അറിഞ്ഞിട്ടാണോ അത്? അല്ല അത് പിന്നെ അല്ല അച്ഛൻ ദേവമംഗലത്തിൽ നിന്ന് മാറിയോ അമ്മയെന്ന് ചോദിക്കാണ്. എങ്ങോട്ട് മാറി? അല്ല അമ്മ എന്നെ ദേവമംഗലത്തേക്ക് വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. മോനെ നീ അങ്ങോട്ട് വരണം, നീ അങ്ങോട്ട് വരായിരുന്നു അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവുമോ? എനിക്കറിയാം അമ്മയുടെ വിഷമം, പക്ഷെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കറിയാലോ പിന്നെ എന്ത് ഭൂകമ്പം അവിടെ ഉണ്ടാകാൻ പോണേന്ന്. അതുകൊണ്ട് വേണ്ടമ്മേ, ഞാൻ വരുന്നില്ല എന്ന് പറയാം. അത് പറയരുത് മോനെ, നീ അങ്ങോട്ട് വരണമെന്ന് പറയാം. അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, ആര്യ എനിക്കറിയാം ഞാനും ആകാശാടും കാരണമാണ് ഇങ്ങനെ അവസ്ഥ നിനക്കുണ്ടായത്. നീ അങ്ങോട്ട് തിരിച്ചു വന്നില്ലേ ഞങ്ങൾക്ക് സമാധാനമാവുമോ? ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല, നീ അങ്ങോട്ട് തിരിച്ചു വരണം. അച്ഛനൊന്നും പറയാനൊന്നും പോകുന്നില്ല, ആദ്യം ഒന്നും ദേഷ്യപ്പെടുമായിരിക്കും, അച്ഛൻ പിന്നെ കൂളാവും, അച്ഛനൊരു സങ്കടം ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ട് വാ. എന്നാലും മീനാക്ഷി എടുത്തി ഒരെന്നാലും ഇല്ല എന്ന് പറയണം. പിന്നീട് ശരി. പിന്നെ ഇങ്ങനെ ആലോചിച്ചു, അല്ലേ വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ? ശരിയാകത്തില്ല. എന്നാ ശരി, നീ പോകുന്നില്ലേ? ഞാനും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക. നീ എപ്പോ വീട്ടിലേക്ക് വരുന്നു അപ്പോഴേ ഞാനും പോകുന്നുള്ളൂ എന്ന് പറയാം. അവസാനം ഗതി കെട്ട് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു ശരി ഞാൻ വരാന്ന് പറയണം. അതെ എന്നാ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറി വരാൻ പറയണം. അങ്ങനെ ആരും പോകണ്ട തുടങ്ങുമ്പോഴത്തേനും ഇതെന്താടാ ഈ കവറിനകത്തിരിങ്ങെ? അത് വൈകുന്നേരത്തുള്ള കഞ്ഞിയാന്ന് പറഞ്ഞു. കഞ്ഞിയോ? അതെ. നോക്കി കഴിഞ്ഞപ്പോ ഇത് ചിക്കനും പൊറോട്ടയാണെന്ന് മീനാക്ഷി പറയണം. എടാ കള്ള, അപ്പൊ നീതാ പരിപാടിയില്ലേ, കള്ളത്തരം പറയാൻ തുടങ്ങിയാലെന്ന് ചോദിക്കുക. ആര്യന്റെ ചെവി പിടിക്കുവാണ്. പിന്നീട് ആര്യനെയും കൂട്ടി അങ്ങോട്ട് വരുവാണ്. ഈ സമയം മീനാക്ഷി എന്ത് ചെയ്യുവാണ്? നേരെ ആകാശനെ വിളിച്ചു. ആകാശനെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി എന്ന് പറയാം. എന്താ മീനാക്ഷി? അതെ ആര്യൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. ആര്യൻ തിരിച്ചു വന്നോ? അത് ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന കേട്ടാ മതി. എങ്ങനെ? അമ്മ പോയി കൂട്ടിക്കൊണ്ട് വന്നു പറയാം. എന്റെ ഭഗവാനെ ചതിച്ചാൽ ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആകപ്പാടി ഇടുത്തി വീണ അവസ്ഥയായി ആകാശിന്റെ തലയില്. ഫോൺ വെച്ച് കഴിയുമ്പോ ധർമ്മം ചോദിച്ചു, എന്ത് പറ്റി? എടാ അല്ല മാമ ആരിനെ കൂട്ടിക്കൊണ്ട് വന്ന്. ഞാനിത് പ്രതീക്ഷിച്ച, എന്നാൽ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. കൂട്ടിക്കൊണ്ട് വരാൻ പോവാന്ന് പറഞ്ഞ പോക്ക് കണ്ടപ്പോ ഞാൻ ഓർത്തു ആരിനെ കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരിക്കുന്നു. ഇനി എന്തേലുമൊക്കെ സംഭവിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് സംഭവിക്കാൻ? വൈകുന്നേരം അവിടെ ദുര്യോധനമതമായിരിക്കും നടക്കാൻ പോകുന്നത്. നമ്മളെല്ലാം കാഴ്ചക്കാരായിട്ട് നിന്നാ മതി, വൈകുന്നേരം നമുക്ക് കാണാന്ന് പറയണം. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ ആരിന് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുവാണ് ഗോമതി. എന്നിട്ട് മോനെ പെട്ടെന്ന് കഴിക്കാൻ പറയണം. ആരും നല്ല ആസ്വദിച്ച് കഴിക്കുക.
ഈ സമയത്ത് അനുസരിച്ച് പറഞ്ഞു, ഏട്ടാ ഇതെന്താ ഒച്ച എഴുന്ന പോലെ കഴിക്കുന്നത്? എടി ആഹാരമല്ലേ, പെട്ടെന്ന് കഴിക്കാൻ പറ്റുമോ? ശരീരത്തെ പിടിക്കണ്ടേ? അതിങ്ങനെ നമ്മൾ സാവധാനം ആസ്വദിച്ച് കഴിക്കണം. ഓ, ഒരു ദിവസം അമ്മയുടെ കൈ കൊണ്ട് കഴിക്കാത്ത ആഹാരം കഴിക്കാത്ത എന്തൊരു ബുദ്ധിമുട്ടായിരുന്നറിയോ. ഇപ്പൊ വയറ് നിറച്ച് ആഹാരം കഴിക്കുമ്പോൾ എന്ത് സുഖം. ഈ സമയത്ത് ഗോമതി വന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നട ഒന്ന് കഴിച്ചിട്ടേക്കാൻ പറയണം. ആ സമയം ആകാശം ധർമ്മനും കൂടി അങ്ങോട്ട് വരുന്നു. ആഹാ, നല്ല മൃഷ്ടാനം ഭോജനം കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ മിക്കവാറും അച്ഛൻ വരുമെന്ന് പറയണം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, അതിനെന്താ അച്ഛൻ വരട്ടെ. എടാ നിനക്ക് പേടിയൊന്നുമില്ല, ഞാൻ എന്തിനാ പേടിക്കണേ, ഞാൻ ആഹാരം കഴിക്കുമല്ലേ. ധർമ്മം പറഞ്ഞു, ഇന്ന് രണ്ടിലേതിലും ഒന്ന് നടക്കും. അതിനുള്ള തീരുമാനങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. മിക്കവാറും ഇന്നത്തോടു കൂടി എന്റെ പൊറുതി വീട്ടിലെ തീരുമെന്ന് എനിക്ക് തോന്നുന്നേ. എടാ മോനെ, നീ ഒന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് എഴുന്നേക്കാൻ പറയണം. പക്ഷെ എങ്കിൽ എന്ത് ചെയ്യണം, അവൻ പതുക്കെ ആസ്വദിച്ചിട്ട് ആരും കഴിച്ചോണ്ടിരിക്കണം. ഈ സമയത്താണ് ജോലി കഴിഞ്ഞ് ആനന്ദിന്റെ വരവ് അങ്ങോട്ട്. ആനന്ദ് വരുമ്പോ, ആഹാ നീ വന്നല്ലോ, സന്തോഷമായിരിക്കുന്നു. അച്ഛൻ നിന്നെ വിളിച്ചില്ലേ തിരിച്ച് ഇങ്ങോട്ടൊന്ന് ചോദിക്കുക. ധർമ്മം പറഞ്ഞു, കൊള്ളാം, നല്ല കോമഡി, പറയാൻ പറ്റിയ കോമഡി, അതും ഈ സമയത്ത്. എഴുതി വെന്തോണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഒരു കോമഡി. എന്താ, അച്ഛൻ നിന്നെ തിരിച്ചു വിളിച്ചില്ലേ? അച്ഛനൊന്നും വിളിച്ചില്ല, അത് ഏട്ടത്തിയെ പോയി വിളിച്ചോണ്ട് വന്നേ. അച്ഛൻ പറയാതെ? അതെ. എടാ അത് ദേ അമ്മ എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. അല്ല മോനെ, ഞാനത്, എടാ നീ ഒന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റേ. അങ്ങനെ ആര്യ ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് പോയി കൈ കഴിയിട്ട് വരുവണം. എടാ നീ അച്ഛൻ വരുമ്പോ എന്ത് പറയാനായിട്ട്? എന്നെ അമ്മയല്ല കൂട്ടിക്കണോന്ന്. എടാ മോനെ, നീ ഇങ്ങനെ പറയരുത്. ദേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങ് കിടന്ന് കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി ഗോമതീനെ. ഈ സമയത്ത് മീനാക്ഷി എന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ? അമ്മയ്ക്കും അധികാരമല്ലേ ഉള്ളതല്ലേ അതിന്റെ മേലെ. പിന്നെ അമ്മ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ നല്ല ബോൾഡായിട്ട് നിൽക്കണം. അമ്മ ഇവിടെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ ആര്യനെ ഈ വീട്ടിൽ നിർത്തത്തുള്ളൂ. അല്ലെങ്കിൽ അമ്മ കരഞ്ഞ് നിലവിളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആര്യം വന്ന വഴി തന്നെ തിരിച്ചു പോകുമെന്ന് പറയാം. അല്ല മോളെ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അച്ഛൻ ഇപ്പൊ തന്നെ വരുമെന്ന് പറയാം. ഈ സമയം കടയൊക്കെ അടച്ചു. രാമേണ്ണോട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് ബാലൻ കടയിൽ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് വീട്ടിൽ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ധർമ്മം പറഞ്ഞു, ഇപ്പം നിൽക്കുന്ന നിപ്പ് കണ്ട ഏതോ ഭീകരജീവിനെ കണ്ടിട്ട് എല്ലാവരും നിൽക്കുന്ന പോലെ ഉണ്ട്. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അങ്ങനെ ഒരാളാണല്ലോ വരാൻ പോകുന്നു ഇങ്ങോട്ട്, പേടിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയാം. ഗോമതി പറഞ്ഞു, അതെ എന്നെ എല്ലാവരും കൂടെ ഒറ്റ കൊടുക്കരുത് കേട്ടോ. ഈ സമയത്ത് മുറ്റത്ത് സ്കൂട്ടിയുടെ ഒച്ച കിട്ടു. ദൈവമേ വന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ സമയം ആരിനാണെങ്കിൽ നെഞ്ചി പിടിച്ച് അങ്ങോട്ട് വരുവാണ്. എന്താ അമ്മ കാരണം? എടാ നീ ഒന്ന് കേറിപ്പോ എന്നും പറഞ്ഞിട്ട് ആ മുറിക്കകത്ത് ഇങ്ങനെ തള്ളിക്കയറ്റി വിടുവാണ് അങ്ങോട്ട് ആര്യനെ. അതെ നീ ഇപ്പൊ ഇറങ്ങല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ബാലൻ വന്നപ്പോഴും ആകാശും ധർമ്മനും ആനന്ദും കൂടെ ഓടിച്ചെന്നും കൂടെ മുമ്പ് നിൽക്കുകയാണ്. അല്ല എന്താ നിങ്ങൾ മൂന്നുപേരും കൂടെ എന്താ എല്ലാവരും നേരത്തെ കടയിൽ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഭയങ്കര ക്ഷീണം, ഒന്ന് കിടന്ന് ഉറങ്ങാൻ ഓർത്താന്ന് ധർമ്മം പറയണം. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയണം. ഈ സമയത്ത് ഗോമതി ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിക്കുക. ഗോമതി ഇന്ന ബാഗ് എന്ന് പറയണം. പതിവ് പോലെ ബാഗ് ഗോമതിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഗോമതിയാണ് അത് പൂജാമുറി കൊണ്ട് വെക്കുകയൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് ഗോമതി ബാലൻ നോക്കിച്ച്, ആരാന്ന് ചോദിക്കണേ. നിനക്കിത് എന്ത് പറ്റി ഗോമതി? ആരാ? നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കണം. ഒരു നിമിഷം സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു പോയാലോ ഗോമതിക്ക് പേടിച്ച് വരച്ചിട്ട് വല്ലാത്തൊരവസ്ഥ. അല്ല നിനക്കിത് എന്ത് പറ്റി ഗോമതിന്ന് ചോദിക്കുകയാണ്. അയ്യോ ബാഗാണോ? ഇങ്ങ് അന്നേരം ഞാൻ വെക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. ഇവൾക്ക് ഇത് എന്ത് പറ്റി? ഇവൾക്ക് ആകെപ്പാടെ ഒരു വല്ലാത്തൊരു മാറ്റമാണല്ലോ. എല്ലാവരും കൂടെ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്ന ആരിനകത്ത് നിൽക്കുന്നുണ്ട്. നീ എങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കണം. സത്യം പറ, നിന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അതോ നീ സ്വയം ഇഷ്ടപ്രകാരം ഇങ്ങോട്ട് വന്നാണെന്ന് ചോദിക്കണം. ആനൊന്നും മിണ്ടിയില്ല. ആനന്ദിന്റെ അരിയിലേക്കുന്നു. നീ ആണ്ട അവനെ കൊണ്ടുവന്നേ? ഞാനല്ലച്ചാ. ആകാശനോട് ചോദിച്ചു. ഞാനും അല്ല അച്ഛാ. നേരെ അനുസരിയുടെ അടുത്തേക്ക്. ഞാനല്ലച്ചാന്ന് പറയണം. പിന്നെയുള്ള ഗോമതിയാണ്. ഗോമതി അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ബാലൻ പ്രതീക്ഷിക്കുന്നല്ലോ. ഈ സമയത്ത് ഗോമതിയെ തള്ളിവിടും മീനാക്ഷി. ചെന്ന് പറ, ഞാൻ അന്ന് പറ. പക്ഷെ ഗോമതി മിണ്ടിയില്ല. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അമ്മയച്ചാന്ന് പറയണം. ഒരു നിമിഷം ബാലൻ ഞെട്ടിത്തെരിച്ചു പോയി. ഗോമതി ഞെട്ടിപ്പോയി. ഗോമതിയും പ്രതീക്ഷിച്ചല്ല മീനാക്ഷി അങ്ങനെ വിളിച്ചു പറയുന്നു. നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കണം. ഞെട്ടിത്തെരിച്ചിരിക്കുന്ന ഗോമതിയോട് മീനാക്ഷി പറഞ്ഞു, ചെന്ന് പറ, എനിക്ക് അവകാശമില്ല, എന്റെ മോന് അവകാശമില്ല എന്ന് ഇങ്ങനെ പറയണം. ഇത് കേട്ടെന്ന് പറഞ്ഞു, അതെ എന്റെ മോനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എന്താ കുഴപ്പം? അതെ ബാലേട്ടനുള്ള പോലെ എനിക്ക് അവന്റെ മേലെ അവകാശമില്ലെന്ന് ചോദിക്കണം. ഓഹോ, ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നീ ഇതുപോലെ എന്നോട് ചതി ചെയ്യണ്ടായിരുന്നു പറയണം. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, പറ, ബാക്കി ഡയലോഗ് പറയണം. ഈ സമയം പറഞ്ഞു, അല്ല ഞാൻ അവനെ 10 മാസം നൊന്ത് പ്രസവിച്ചല്ലേ. ബാലേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, കടയായി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ബാലേട്ടന് കുട്ടികളെ എന്ന് മാത്രം വിചാരിച്ച് ഇവിടെ കഴിയുന്ന. എനിക്ക് വേണ്ടേ എന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ലോകം എന്ന് പറഞ്ഞാൽ അത് ബാലേട്ടനും കുട്ടികളോ. അപ്പൊ ആരിനില്ലാതായെങ്കിൽ എനിക്ക് ഇവിടെ സമാധാനത്തോടെ കഴിയാൻ പറ്റുമോ? എന്റെ മനസ്സെന്താ ബാലേട്ടൻ മനസ്സിലാക്കാന്ന് ചോദിക്കുക. ബാക്കി എല്ലാവരും ഒരു നിമിഷം അന്തം വിട്ടിരുന്ന് നോക്കി നോക്കും. ആദ്യമായിട്ടാണ് ഗോമതി ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് കാണുന്നത്. ഈ സമയം ബാലൻ എന്ത് ചെയ്യണം? ബാലൻ ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ്. എന്നിട്ട്
അച്ഛൻ ഏതാണ് സോൾവ് ആയിട്ടുണ്ട്, ചായ എടുക്കട്ടെ എന്ന് പോയി ചോദിക്കുക എന്ന് മീനാക്ഷി വന്ന് പറയണം. അപ്പൊ അതൊക്കെ ചെന്നിട്ട് ഗോമതി പറഞ്ഞു, അല്ല ബാലേട്ടനെ ഞാൻ ചായ എടുക്കട്ടെ, നിന്റെ ഒരു ചായ. എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കായിരുന്നില്ലേ, ആ കൂടെ നീയും കൂടിയല്ലേ ഗോമതി, ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നു പറയണം. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, ഞാൻ കാണാതെ പഠിപ്പിച്ച ഡയലോഗ്സ് അങ്ങോട്ട് പറയാൻ പോടും, ബാലേട്ടൻ പോവോ, അന്ന് ഞാനും ഇവിടുന്ന് പോന്നു കേട്ടോ, ഞാൻ ഈ വീടിന് തീയിടും, അങ്ങനെയാണെങ്കിൽ ആ തീ ചാടി ഞാൻ ചാവുകളെന്ന് പറയണം. അത്രയ്ക്ക് അഹങ്കാരമാണോ, അന്ന് ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇവിടുന്ന് പോകും, എന്നാ ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ പോകുന്നു പറയണം. ബാലൻ എല്ലാം കൊണ്ടും തോറ്റുപോയി, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇതിനെല്ലാം പിന്നെ മീനാക്ഷിയാന്നുള്ള കാര്യം ബാലൻ അറിയത്തില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നിട്ട് ബാലേട്ടാ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, ബാലേട്ടനില്ലാതെ ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടോ, ബാലേട്ടനല്ല ഞങ്ങളുടെ എല്ലാം, എന്നാലും വേണ്ടായിരുന്നു, എല്ലാരും കൂടി എന്നെ തോൽപ്പിക്കണ്ടായിരുന്നു പറയണേ. ഈ സമയത്ത് ആകാശും ആനന്ദും വന്നിട്ട് പറഞ്ഞു, അച്ഛാ ക്ഷമിക്കച്ചാ, അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എനിക്ക്, അതിന്റെ പേരില് പാവം ആരനെ എന്നെ ക്രൂശിക്കേണ്ട, അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് അല്ല അമ്മ അവനെ കൂട്ടിക്കൊണ്ട് വന്നോർത്തോണ്ട് അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ, സങ്കടപ്പെടല്ലേ എന്ന് പറയണം. ഈ സമയത്ത് ആകാശം വന്നിട്ട് അല്ല ആര്യം വന്നിട്ട് കയ്യിലേക്ക് പിടിക്കണം. അച്ഛാ ഞാൻ ചെയ്തു പോയത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം, അച്ഛനറിയാലോ ഇവിടുന്ന് പോയാൽ എനിക്കൊരു ലോകമില്ല, അമ്മ വിളിച്ചോണ്ട് മാത്രമല്ല ഞാൻ വന്നത്, എനിക്ക് ഈ ദേവമംഗലം അതെ വേറെ ലോകം ഇല്ലാത്തോണ്ടാ, അച്ഛനെ നിങ്ങളെല്ലാരും ഉപേക്ഷിച്ച് വേറെ ഞാൻ എവിടെ പോയി ജീവിക്കാനായിട്ടാ, എനിക്ക് നിങ്ങളെ എപ്പോഴും വേണം, എല്ലാവരും വേണം, ഇനി അച്ഛന് ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ബാലൻ ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു, വേണ്ടാന്ന് പറയാണ്. പിന്നീട് ബാലൻ നേരെ മുറിക്കകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങോട്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.